നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ മഹാശിവരാത്രിക്ക് പുതുപ്പള്ളിക്കുന്നംകര അണിയിച്ചൊരുക്കുന്ന പുതിയ നന്ദികേശന്റെ ചട്ടം കൂട്ടൽ ചടങ്ങ് നടന്നു. പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ കരയുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളിക്കുന്നംകരയുടെ പുതിയ നന്ദികേശന്റെ നിർമ്മാണം ഒരു ഘട്ടം കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിലേക്ക് അതിന്റെ ചട്ടം കൂട്ടുന്ന ചടങ്ങാണ്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നമുക്കറിയാം 16 കരകളുണ്ട്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലാണ് കരകളുടെ എല്ലാം നന്ദികേശ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഏതാനും കരകൾക്കേ ഉള്ളൂ ഈ പറയുന്ന പുതിയ കെട്ടുത്സവത്തിന്റെ ഒരു നിർമ്മാണം. ബാക്കിയുള്ള കരകളെല്ലാം അമ്പരചുംബികളായ കെട്ടുത്സവങ്ങളാണ് നിർമ്മിക്കുന്നത്. അത് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളിക്കുന്നംകര നമുക്കറിയാം, ഇങ്ങ് ക്ഷേത്രത്തിൽ നിന്നും വളരെ അകന്നുള്ള ഒരു കരയാണ് പുതുപ്പള്ളിക്കുന്നംകര. ഈ കരയുടെ കെട്ടുത്സവം 2000-ൽ ഞങ്ങൾ പഴയ ഒരു കെട്ടുത്സവം പണിഞ്ഞു. ഇപ്പോൾ പുതിയതാണ്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നത്തെ ഒരു പ്രത്യേക ദിവസമാണ്. ഞങ്ങൾക്കൊക്കെ ഒരു സന്തോഷമുള്ള ദിവസമാണ്. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉത്സവ കമ്മിറ്റി കൺവീനർ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഈ ചടങ്ങ് ധന്യമാക്കാൻ ക്ഷേത്ര ഭരണസമിതിയോടൊപ്പം നിന്ന് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും, ഞങ്ങളുടെ കരക്കാർക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ അറിയിപ്പിക്കുന്നു. മറ്റുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിന്റെ നിർമ്മാണത്തിന്റെ മറ്റ് കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുന്നതാണ്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും സന്തോഷപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ 13ാമത് കരയായിട്ടുള്ള പുതുപ്പള്ളിക്കുന്നംകര 2 നൂറ്റാണ്ടിന് മുമ്പ് ആണ് ഇവിടുത്തെ നന്ദികേശനെ നിർമ്മിച്ചത്. കാലപ്പഴക്കത്താൽ അത് നാശത്തിൻ്റെ വക്കിലെത്തിയപ്പോഴേ പുതിയൊരു നന്ദികേശനെ പണിതു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പുതുപ്പള്ളിക്കുന്നംകര. 16 കരയിലെ 13ാമത്തെ കരയാണ് പുതുപ്പള്ളിക്കുന്നംകര. ഇതോടൊപ്പം തന്നെ പുതിയ നന്ദികേശനെ ഉളവക്കാട് കരയും നിർമ്മിക്കുന്നുണ്ട്. ഈ വർഷം അത് അങ്ങനെ വരുമ്പോൾ ഫെബ്രുവരി 15-ാം തീയതി നടക്കുന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് 2 പുതിയ നന്ദികേശന്മാരെയാണ്, അമ്പരചുംബികളായ പുതിയ 2 നന്ദികേശന്മാരെയാണ് പരബ്രഹ്മ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നത്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സാമീപ്യ സഹകരണം, സഹായം ഉണ്ടാകണം എന്ന് മാത്രം ക്ഷേത്ര ഭരണസമിതിക്ക് വേണ്ടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നൂറനാട് പടനിലം പരബ്രഹ്മക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് ശിവരാത്രി മഹോത്സവം. നൂറനാട് എന്നാൽ നന്ദികേശ ശില്പ പൈതൃക ഗ്രാമം കൂടിയാണ്. അവിടെ ഓരോ വർഷവും വ്യത്യസ്തങ്ങളായ പരിപാടികളോടുകൂടി ആണ് ഓരോ കരക്കാരും ഉത്സവത്തെ വരവേൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ പുതുപ്പള്ളിക്കുന്നംകര 13ാം കരയായ പുതുപ്പള്ളിക്കുന്നംകര അതിമനോഹരമായി ഒരു വലിയ കെട്ടുത്സവം തന്നെ നിർമ്മിച്ച് പരബ്രഹ്മത്തിൻ്റെ മുന്നിലേക്ക് ആനയിക്കുകയാണ്. ആ കരയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ക്ഷേത്ര ഭരണസമിതിയുടെയും ഉത്സവ കമ്മിറ്റിയുടെയും ഭാഗത്തു നിന്നുണ്ടാവും. ഒപ്പം ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ക്ഷേത്ര ഭരണസമിതി നന്ദി അറിയിക്കുന്നു. വലിയൊരു ആവേശമായിരുന്നു അതിൻ്റെ ചട്ടം കൂട്ടൽ ചടങ്ങ് എന്ന് നടക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. യുവാക്കളുടെ ഒരു വലിയ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ആവേശം ശിവരാത്രി മഹോത്സവത്തിൻ്റെ വിജയത്തിൻ്റെ തുടക്കം കൂടിയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ കരയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.